ഹലോ ആർമീസേ, അപ്പോൾ എല്ലാവരും സുഖമായിട്ട് നിൽക്കുന്നു വിചാരിക്കുന്നു, ഹെൽത്തി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നത് നമ്മുടെ സ്വന്തം ഹോപ്പേട്ടൻ്റെ പുതിയ ചില വിശേഷങ്ങളും ആയിട്ടാണ്. Hi, WWD. I'm J Hope. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബ് ഷോർട്സിലൊക്കെ നമ്മുടെ ഹോപ്പേട്ടൻ ഇങ്ങനെ കിടന്ന് തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ലൂയിസ് വിൽസന്റെ വിഷണറി ജേണീസ് എക്സ്പ്രഷനിൽ നമ്മുടെ സ്വന്തം സൺഷൈൻ വന്ന ആ ഒരു ലുക്കാണ്. എൻ്റെ പൊന്നട, എന്താ എന്നറിയില്ല, മൂപ്പര് എനിക്ക് തോന്നുന്നു പ്രായം കൂടുന്നതിനനുസരിച്ച് സൗന്ദര്യം കൂടി കൂടി വരുന്ന ടൈപ്പാണ്. അത്ര അടിപൊളി ലുക്കിലാണ് നമ്മൾ ഹോപ്പേട്ടൻ ആ ഒരു ഫംഗ്ഷന് എത്തിയത്, ആ ഒരു ഇവൻറ്റിന് എത്തിയത്. അപ്പോൾ കാര്യം എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം സിയോളിൽ വെച്ച് നടന്ന ലൂയിസ് വിൽസന്റെ വിഷണറി ജേണി എക്സ്പ്രഷനിൽ ലൂയിസ് വിൽസന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടായ നമ്മുടെ സ്വന്തം ഹോപ്പേട്ടൻ പങ്കെടുത്തിരുന്നു. ഈ കൾച്ചറൽ എക്സ്പ്രഷൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ലൂയിസ് വിൽസന്റെ ക്രിയേറ്റിവിറ്റി ആൻഡ് ജേണിയെ കുറിച്ച് പങ്കുവെക്കുക എന്നതായിരുന്നു. ഈ ഒരു ഇവൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, മ്യൂസിക്, ഫാഷന്, ആർട്ട്, ഫ്യൂച്ചർ ടെക്നോളജി ഇതെല്ലാം ഒരൊറ്റ ക്രിയേറ്റീവ് ക്യാൻവാസിൽ കാണിച്ചു എന്നതാണ്. ന്യൂനത ആശയങ്ങളാൽ നിർമ്മിച്ച ഡിസൈൻ ഇൻസ്റ്റലേഷനുകളും യാത്രയുടെ ഭാവിയെ റീഇമേജിൻ ചെയ്യുന്ന ക്രിയേറ്റീവ് കോൺസെപ്റ്റുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കാം. ഇത് വളരെ മനോഹരമായ ഒരു വിഷ്വൽ ഫെസ്റ്റ് തന്നെ ആയിരുന്നു. ഈ ഒരു ഇവന്റ് എന്ന് വെച്ചാൽ വെറും ഒരു ലക്സറി ഡിസ്പ്ലേ എന്നതിലുപരി ഇന്നോവേഷന്റെയും ആർട്ടിസ്റ്ററിയുടെയും കൂടെ ഒരു സംഗമം കൂടിയായിരുന്നു. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഈ ഒരു വേദി എന്താ പറയുക, ജെ ഹോപ്പിന് പുതിയൊരു എക്സ്പെരിമെന്റൽ ഇവന്റ് എന്നതിലുപരി ഒരു ഇൻസ്പിറേഷൻ കൂടി ആവാൻ സാധ്യതയുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. ജെ ഹോപ്പിന്റെ ഒരു സ്റ്റാർ പവർ ഈ ഒരു ഇവന്റിന് വളരെ വലുതായിരുന്നു. അതുപോലെ തന്നെ ലിസ, ഫിലിക്സ് തുടങ്ങിയ മറ്റ് K-pop ഐഡൽസും കൂടെ ജെ ഹോപ്പിനൊപ്പം ഈ ഒരു പരിപാടിയിൽ വേദി പങ്കിട്ടിട്ടുണ്ട്. ലൂയിസ് വിൽസന്റെ ഈ ഒരു ഇവന്റില് ജെ ഹോപ്പ് ഒരു ഗ്ലോബൽ ഐക്കൺ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ജെ ഹോപ്പിൻ്റെ കാര്യത്തിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ, ഈ മിലിറ്ററിയിൽ ജെ ഹോപ്പ് പോകുന്നതിന് മുന്നേ മൂപ്പർക്ക് കിട്ടേണ്ട ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. അത് വളരെ എന്താ പറയുക, പലയിടത്തും വളരെ കുറഞ്ഞു പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മിലിറ്ററിക്ക് ശേഷമുള്ള ഒരു റീ എൻട്രി എന്ന് പറഞ്ഞാൽ ജെ ഹോപ്പിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. ഭയങ്കരമായിട്ട് ജെ ഹോപ്പിന് നമ്മൾ അദ്ദേഹം എത്തേണ്ട ഒരു സ്ഥാനം, അദ്ദേഹത്തിന് വൃത്തായ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് പോലെ എനിക്ക് എന്താ പറയുക, ശരിക്കും ഒരു സൺഷൈനായിട്ട് ഇപ്പോഴാണ് ജെ ഹോപ്പ് വളരെതായിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു സമയം. അത് മിലിറ്ററിക്ക് ശേഷമാണെന്ന്. ജെ ഹോപ്പിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു മിലിറ്ററിക്ക് ശേഷമുള്ള ജെ ഹോപ്പിൻ്റെ അദ്ദേഹം അർഹിച്ച ഒരു സ്ഥാനത്തേക്ക് എത്തിയത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു മിലിറ്ററിക്ക് ശേഷമാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു ലുക്കിൽ ജെ ഹോപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ BTSന്റെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ, സി യു ആർമീസേ. എല്ലാവരും ഹെൽത്തൊക്കെ കെയർ ചെയ്ത് നല്ലപോലെ ഇരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഓക്കെ ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇതുപോലത്തെ പുതിയ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്ത് വീഡിയോ ആണ് ചെയ്യേണ്ടതെന്നുള്ളതും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.